ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. മെലസ്റ്റോമ എങ്ങനെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും മെലസ്റ്റോമ കൊമ്പ് മുറിച്ച് നട്ട് നോക്കിയിട്ടുണ്ടാവും. പലപ്പോഴും എല്ലാവരുടെയും പരാജയമാണ് കാണുന്നത്. കൊമ്പ് മുറിച്ച് എല്ലാവരും നടുന്നത് വെച്ചാൽ മൂത്ത കമ്പുകൾ എടുത്തിട്ടാണ് നടുന്നത്. പലരും അങ്ങനെ നടുമ്പോൾ അത് പിടിക്കാറില്ല. മാത്രമല്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ചെടി കൂടി ഉണങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം മൂത്ത കമ്പുകൾ എടുത്തിട്ട് നമ്മൾ ഒരിക്കലും മെലസ്റ്റോമ നട്ടുപിടിപ്പിക്കരുത്. ഇളയ കമ്പുകൾ, അതായത് അധികം മൂപ്പെത്താത്ത ഏറ്റവും അറ്റത്തുള്ള ചെറിയ ശിഖരങ്ങളുള്ള കമ്പുകൾ വേണം എടുത്തിട്ട് മെലസ്റ്റോമ നട്ടുപിടിപ്പിക്കാൻ. ഇതുപോലെ കിളുന്ത് തണ്ടുകളാണ് എടുക്കേണ്ടത്. ഏറ്റവും അഗ്രഭാഗത്തുള്ള ഇളം തണ്ടുകൾ വേണം എടുത്തിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചാലാണ് മെലസ്റ്റോമ വേഗം വേര് പിടിക്കുള്ളൂ. അതുമാത്രമല്ല, വേഗം വേര് പിടിക്കാനുള്ള വേറൊരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇളം തണ്ടുകൾ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ഇളം പച്ച നിറത്തിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂപ്പെത്തിയിട്ടുള്ള ശിഖരങ്ങളാണ്. ഇതുപോലുള്ള കമ്പുകൾ എടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ സാധ്യത കുറവാണ്. ഇത് നന്നായിട്ട് പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല ഡാർക്കാണ്. ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഇളം പച്ച നിറത്തിലുള്ള തണ്ടുകൾ കട്ട് ചെയ്തെടുക്കണം. ഇത് മാത്രമേ അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കമ്പുകൾ കുറച്ച് കട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാനതെങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ കമ്പുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ തണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനുള്ള പോട്ടിംഗ് മിശ്രിതം ആദ്യം തയ്യാറാക്കണം. പിന്നെ വേണ്ടത്, അതിനായിട്ട് നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, ചകിരിച്ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ഏകദേശം ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മണ്ണും ഇനി ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ചെടിയിൽ ഈർപ്പം നിൽക്കുന്നതാണ്. മാത്രമല്ല, വേര് പിടിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ രണ്ട് ചട്ടികളിലേക്ക് നിറച്ചെടുക്കാം. അപ്പം ഞാൻ രണ്ട് രീതിയിലാണ് ഇത് വളർത്തിയെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഇത് ചട്ടിയിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള പോട്ടിംഗ് മിശ്രിതമാണ്. അപ്പോൾ ഇനി വേണ്ടത് റൂട്ടിംഗ് ഹോർമോണാണ്. ചെടികളൊക്കെ എളുപ്പത്തിൽ വേര് പിടിക്കാൻ നമുക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് അടുത്തുള്ള നഴ്സറികളിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ വിൽക്കുന്ന കടകളിലോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. റൂട്ടിംഗ് ഹോർമോൺ എന്നാണ് ഇതിൻ്റെ പേര്. പല കമ്പനികളിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നമ്മുടെ മണ്ണ് വളരെ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കത്രി വെച്ച് ചെറുതായിട്ടൊന്നൊരു കുഴി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ റൂട്ടിംഗ് ഹോർമോണിലേക്ക് ഈ തണ്ടുകളുടെ അറ്റം ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് മുക്കിയിട്ട് ഒന്ന് തട്ടിയെടുക്കാം. ഇങ്ങനെ ഇത് വളരെ എളുപ്പമാണ് നട്ടുപിടിപ്പിക്കാനായിട്ട്. വേഗത്തിൽ വേര് പിടിക്കും ഈ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ. ഇനി ഈ രണ്ട് കമ്പുകളും ഞാനൊരു ചട്ടിയിൽ തന്നെയാണ് നടുന്നത്. അപ്പോൾ കമ്പുകൾ കുത്തിയിറക്കാൻ പാടില്ല. ആ കുഴിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മണ്ണൊന്ന് അമർത്തി കൊടുത്താൽ മതി. അല്ലാതെ കമ്പുകൾ കുത്തിയിറക്കി കഴിഞ്ഞാൽ ആ പൊടികൾ തട്ടി പോവും. അതല്ലെങ്കിൽ അതിൻ്റെ അഗ്രഭാഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ചട്ടിയിലും കൂടി ഞാൻ അതുപോലെ തന്നെ ചെയ്യാണ്. റൂട്ടിംഗ് ഹോർമോണിൽ ഇതിൻ്റെ അഗ്രം മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് മണ്ണൊന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസക്കാലത്തേക്ക് നമ്മൾ വെയിലത്തേക്ക് വെക്കാൻ പാടില്ല. ഏതെങ്കിലും ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നട്ട് കഴിഞ്ഞാൽ ഏത് ചെടിയായാലും ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ രണ്ട് ചെടി ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉടനെ എടുത്ത് വെയിലത്ത് വെക്കരുത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഷെയ്ഡിൽ എവിടെയെങ്കിലും വെക്കും. ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടാണ് നടുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇത് കെട്ടാനായിട്ട് രണ്ട് വള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ചെടിക്ക് ഇളക്കം തട്ടാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ കയർ ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ രണ്ട് രീതിയിലും ഇത് ചെയ്യാം. നേരത്തെ കാണിച്ച ചട്ടിയിൽ നമുക്ക് വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. വെളിച്ചം കിട്ടിയാൽ മതി. വെയിൽ ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് അത് വളർത്തിയെടുക്കാം. ഇത് വന്നിട്ട് ഇതും ഷെയ്ഡിൽ തന്നെ വെക്കാം. പക്ഷേ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവർ 4 ദിവസം കൂടുമ്പോൾ നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കവറിട്ട് കൊടുക്കണം.
അപ്പോൾ അടിയിൽ ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഇതിൽ ആവി ഇറങ്ങി വരും. അപ്പോൾ ആവി ചട്ടിയുടെ പുറത്തേക്ക് പോകാൻ പാടില്ല. ചട്ടിയുടെ ഉള്ളിലേക്ക് ആ ആവി വെള്ളം വീഴണം, ആ ചെടിയിലേക്ക് ആവി വെള്ളം വീഴണം. അതിനായിട്ടാണ് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇത് കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ആവി കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അങ്ങനെ വീഴാൻ പാകത്തിന് വേണം കെട്ടിക്കൊടുക്കാൻ. എന്നാൽ ചെടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാം. ഉണ്ട്. ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ആവി ഇറങ്ങി കറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ 4 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നനയ്ക്കുമ്പോൾ അഴിച്ചെടുക്കണം ഈ കയറ്. അതിനായിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും രാവിലെ നമ്മളിതിൻ്റെ ആവി ഒന്ന് കവറിൽ വന്നിട്ട് തട്ടിക്കൊടുത്ത് കൊടുക്കാം. 4 ദിവസം കൂടുമ്പോൾ ഈ കവറൊന്ന് അഴിച്ച് വെള്ളം നനച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യണ്ടു. ഇങ്ങനെ ഒരു മാസം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. 4 ദിവസം കൂടുമ്പോൾ കവർ അഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ നമ്മളിത് ഷെയ്ഡിൽ തന്നെ വെച്ചാൽ മതി. അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം മാത്രം ഇത് വെയിലത്തേക്ക് വെച്ചാൽ മതി. അപ്പം ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുള്ള ചെടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, കവറിൽ വെച്ച് നട്ടതും അതല്ലാതെ ഷെയ്ഡിൽ വെച്ച് വളർത്തിയതുമായിട്ടുള്ള ചെടികൾ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ അത്യാവശ്യമായിട്ടും ഈ റൂട്ടിംഗ് ഹോർമോൺ വീട്ടിലൊരെണ്ണം മേടിച്ച് വയ്ക്കുക. ഈ ചെറിയൊരു കുപ്പി മേടിച്ചാൽ മതിയായിരിക്കും. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ അത് വലിയ പാക്കറ്റായിരിക്കും. നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് ഈ ചെറിയൊരു ടിന്ന് മതി. ഇത് 30 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇതിൻ്റെ വില 60 രൂപയാണ്. എല്ലാ നഴ്സറികളിലും അതല്ലെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ കവറിലല്ലാതെ വെറുതെ ചട്ടിയിൽ റൂട്ടിംഗ് ഹോർമോൺ കുത്തി വളർത്തിയതാണ്. ഇത് കറ്റാർവാഴ നട്ടിരുന്ന ചെടിച്ചട്ടിയാണ്. അതിൽ വെച്ചിട്ടുള്ള മെലസ്റ്റോമയുടെ തൈയാണ്. അതുകൊണ്ട് ഒരു കമ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരു മാസം ഇതുപോലെ തന്നെ ഷെയ്ഡിൽ വെച്ച് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചതാണ്. ഇത് വന്നിട്ട് കവർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് നട്ടിട്ടുള്ള 3 ചട്ടികളിൽ നട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ തൈയിൽ നിന്ന് തന്നെ നമുക്ക് പൂവുണ്ടായിട്ട് വരും. കണ്ടോ, നന്നായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. ഈ ചെടിയിൽ ഇപ്പോൾ തന്നെ മൊട്ട് വന്നിട്ടുണ്ട്. ഈ കവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പൂ വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമ്മളെല്ലാവരും ഈ മൂത്ത കമ്പ് ഉപയോഗിച്ചിട്ട് മെലസ്റ്റോമ നട്ട് നോക്കും, പക്ഷെ പിടിക്കില്ല. നമ്മൾ ആ കട്ട് ചെയ്ത ചെടി കൂടി ഉണങ്ങി പോകാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഇളം തണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ നന്നായിട്ട് മെലസ്റ്റോമ പിടിക്കും. അതുപോലെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ടിപ്സുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.